പ്രിയ സുഹൃത്തുക്കളെ, ഇതാണ് മലമ്പുഴ റിസർവോയർ. പാലക്കാട് ജില്ലയിലേക്ക് ഏറ്റവും കൂടുതൽ വെള്ളം ശുദ്ധജലം എത്തിക്കുന്ന ഒരു പദ്ധതിയാണ് മലമ്പുഴ റിസർവോയറിൻ്റെ ഉള്ളിലാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല കുട്ടപ്പന്മാർ കിടക്കണ കാഴ്ചയാണ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇതാണ്. വെള്ളത്തിലേക്ക് സഞ്ചാരികൾ ഇറങ്ങരുത്, ഡേഞ്ചറാണ്. ചതിക്കുഴികളുണ്ട്, പിന്നെ ചതുപ്പ് നിലങ്ങളുണ്ട്. ഇറങ്ങിയാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടു എന്ന് വരില്ല. പല ആളുകളും മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇറങ്ങാതിരിക്കുക. പിന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങളൊന്നും ഇടാതിരിക്കുക. കാരണം ഇത് കുടിവെള്ളമാണ്. ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ട് ആസ്വദിച്ച് പോവുക. എവിടെയും ഏത് സ്ഥലത്തും മലമ്പുഴ എന്ന് വെക്കണ്ട, ഏത് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലും അതാണ് വേണ്ടത്. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ സൂര്യനെ കാണാനില്ല. അസ്തമയത്തിൻ്റെ ഒരു രംഗമാണ്. കൊറ്റികളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊറ്റികളും അതുപോലെ നീർക്കാക്കകളൊക്കെ കൂടി ഉള്ള നീർക്കാക്കയുണ്ട്, കൊറ്റികളുമുണ്ട്. യാതൊരു വർണ്ണവിവേചനവുമില്ല. രണ്ട് കൂട്ടരും ഒരുമിച്ചിട്ടൊരു മരത്തിലാണ്. ചുറ്റും മലമ്പുഴയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡാമിൻ്റെ റിസർവോയറും ചുറ്റും മലകളുമാണ്. 32 കിലോമീറ്ററോളാണ് ഈ വെള്ളം. കൊറ്റികൾ വിശ്രമിക്കാനുള്ള കേന്ദ്രത്തിലേക്ക് നീങ്ങുകയാണ്. ഇവിടെ ഒരു പ്രത്യേകതരം ഫാൽക്കൺ വരാറുണ്ട്. പിന്നെ നമ്മുടെ വാട്ടർഫാൾസ് കാണിച്ചു തരാം. നോയൽ വാട്ടർഫാൾസ്, ഇതാണ് നോയൽ വാട്ടർഫാൾസ്. അതിൻ്റെ തൊട്ട് മുകളിലും ഒരു വാട്ടർഫാൾസ് ഉണ്ട്. 3 വാട്ടർഫാൾസ് ഉണ്ട്. 2 നമുക്ക് കാണാൻ കഴിയും. പിന്നെ മൃഗങ്ങളൊക്കെ ഉണ്ട്. ആനയുണ്ട്, പുലിയുണ്ട്, കടുവയുണ്ട്, എല്ലാ മൃഗങ്ങളും ഉണ്ട്. പക്ഷെ നമ്മളെ ശല്യപ്പെടുത്താനൊന്നും ഇന്നേ വരെ വന്നിട്ടില്ല. ഈ മണൽപ്പുറത്ത് രാത്രി വന്നിട്ട് ഇങ്ങനെ വിശ്രമിക്കണം. ഈ തിരമാലയുടെ സൗണ്ടും പ്രത്യേകിച്ച് നിലാവില്ല ദിവസങ്ങളിൽ അന്ന് പൂർണ്ണചന്ദ്രനെയും നക്ഷത്രങ്ങളൊക്കെ കണ്ട് ഇവിടെ ഒരു പായയും വിരിച്ച് കടന്നാൽ, ഞാൻ സ്ഥിരമായിട്ട് വന്ന് കടന്നിരുന്ന ഒരു സ്ഥലമാണിത്. അതിൻ്റെ ഒരു രാത്രി 12 മണിയൊക്കെ ആയിട്ടാണ് ഇവിടുന്ന് പോവുക. കാരണം അന്ന് റിസോർട്ടിൽ എനിക്ക് നെറ്റ് കിട്ടിയിരുന്നില്ല. ഇവിടെ നല്ല നെറ്റാണ്. അപ്പോൾ ഇവിടെ വന്നാൽ കുറച്ചൊക്കെ നെറ്റൊക്കെ നോക്കിയിട്ടാണ് പോവുക. കാണുന്നില്ലേ, നീർക്കാക്കുണ്ട്, പിന്നെ കൊക്കുകളുമുണ്ട്, പരുന്തുകളുണ്ട്. മയിലുകൾ ഇവിടെ യഥേഷ്ടം കാണാം. ഇന്ന് ചൊവ്വാഴ്ചയായിട്ടാണ് മയിലുകൾ കാണാത്തത്. എന്ത് രസമറിയോ. അപ്പോൾ ഏവർക്കും സ്വാഗതം. എല്ലാ സഞ്ചാരികളും വരിക. എൻ്റെ റിസോർട്ടിൻ്റെ പേര് അശോക റിസോർട്ട് എന്നാണ്. എൻ്റെ പേര് പ്രമോദ് എന്നാണ്. എൻ്റെ ഫോൺ നമ്പർ 70 34 35 44 44. ഒരിക്കൽ കൂടി പറയാം,
70 34 35 44 44. അപ്പോൾ വന്നാൽ ഇത്തരം സ്ഥലങ്ങളൊക്കെ കാണാം. പിന്നെ പൂർണ്ണചന്ദ്രനില്ല സമയത്തൊക്കെ വന്നാൽ നല്ല കാറ്റ്, തിരമാലകൾ, അതായത് റിസർവോയറിൻ്റെ തിരമാലകൾ അതൊക്കെ കണ്ട് ഇവിടേക്ക് ഇങ്ങനെ വന്നിരുന്ന് കുറച്ച് പാട്ടൊക്കെ പാടി ഉല്ലസിച്ച് മയിലാടിപ്പുഴയിലെ കുളിയും കലവറയിലത്തെ ഫിഷും കഴിച്ച്, കലവറ എന്ന് പറഞ്ഞ ഓരോ ഹോട്ടലാണ്, ആ ഹോട്ടലത്തെ ഫിഷും കഴിച്ച് സുഖമായി AC റൂമിൽ കടന്നുറങ്ങാം. ഒരു ദിവസം നിങ്ങൾക്ക് പിന്നെ എങ്ങനെ മനസമാധാനം കിട്ടിയെന്ന് അടുത്ത ദിവസം നിങ്ങൾക്ക് ചിന്തിക്കാം. അത്ര സുഖസുന്ദരമായ സ്ഥലമാണ്. ചൊവ്വാഴ്ച ആയിട്ട് തന്നെ തോന്നുന്നുണ്ട് സൂര്യനെയും കാണാനില്ല, സൂര്യാസ്തമയം കാണാനില്ല, എന്ത് പറ്റിയെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും വരിക, എല്ലാ ആളുകളും വരൂ, വന്ന് മലമ്പുഴയും മലമ്പുഴ ഡാമിൻ്റെ റിസർവോയറും അകമലവാരവും പൂക്കുണ്ടും വേലാമ്പറ്റിയും മയിലാടിപ്പുഴയൊക്കെ കാണാം. ഓക്കെ.